ചരിത്രപരമായി അവിടെ ഉണ്ടാകാം. കാലങ്ങളായി കാട് പിടിച്ചു കിടക്കുകയായിരുന്നു ഈ ഖബറുകൾ. പള്ളിപ്പരിസരത്താകട്ടെ മറ്റൊരു ഖബറിടമുണ്ടാവുകയും ചെയ്തു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ചില ചെറുപ്പക്കാരെത്തി കാട് നീക്കുകയും ഖബറുകൾ കണ്ടെന്ന് പറയുകയുമായിരുന്നു. ഇത് അറബിയിൽ കൊത്തിയ, അതും ഒരുപാട് വർഷങ്ങൾ പഴക്കം തോന്നിക്കുന്ന കല്ലുകൾ ഇന്ന് അവരുടെ കാണാത്തത് കൊണ്ട് അതിൽ നമുക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. ആളുകൾ തടിച്ചുകൂടുന്ന വിവരമറിഞ്ഞ് കൊച്ചിയിൽ നിന്ന് ഈ ഖബറിടങ്ങളുടെ അവകാശികളായ സേട്ടുമാരെത്തി. ഇവിടെ നടക്കുന്ന സംഭവങ്ങളെയൊക്കെയും അവർ നിശിതമായി വിമർശിക്കുകയും ഇത് വകവെച്ചു കൊടുക്കാൻ പാടില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. കൊച്ചിയിൽ നിന്ന് അവരുടെ ആൾക്കാർ വന്നിരുന്നു. ആൾക്കാർ ഞായറാഴ്ച അവരിവിടെ വന്നിരുന്നു. വെള്ളിയാഴ്ച സംഭവം. ശനിയാഴ്ച വൈകിട്ട് ഞങ്ങൾക്ക് കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൽ അവർ വന്നിരുന്നു. അവരുമായിട്ട് സംബന്ധിച്ച് സംസാരിച്ചു. അവരെന്താ അഭിപ്രായമാണ് പറഞ്ഞത്? ഇതിനോട് അവരുടെ വാപ്പാട ഒരു ഇത് അവർ പറഞ്ഞു. അവരുടെ 3 ഖബറുകളുണ്ട്, അതാണ് എന്നാണ് പറഞ്ഞത്. മറ്റു കാര്യങ്ങൾക്കൊന്നും അവർക്ക് താല്പര്യമില്ല. ഇങ്ങനെ കാണിക്കുന്നത് ഇതിൽ സ്ത്രീകൾ കയറുന്ന മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതേസമയം ഇവിടത്തെ ഇമാം പറയുന്നത് മറ്റൊരു കഥയാണ്. ഖബറിടങ്ങൾ പെട്ടെന്ന് പൊങ്ങി വന്നു എന്നത് വാസ്തവമല്ല. മറിച്ച് ഇവിടെ ഒരു മഹാന്റെ ഖബറിടമുണ്ട് എന്ന വസ്തുത ഈ പ്രദേശത്തെ 4 ചെറുപ്പക്കാർ സ്വപ്നത്തിൽ കണ്ടിരുന്നത്രേ. ഇവിടെ നാട്ടിലുള്ള 4 ചെറുപ്പക്കാരോളം എൻ്റെ അടുത്ത് വന്ന് ഈ റമദാന് ശേഷം അവർ സ്വപ്നങ്ങൾ കണ്ടു എന്ന് പറയുകയുണ്ടായി. അവര് ആ വാതിലിന്റെ സമീപത്ത് വലിയൊരു ഖബറുള്ളതായി സ്വപ്നം കണ്ടു. അവിടെ കുറെ ആളുകൾ ദുആ ചെയ്യുന്നു, സിയാറത്ത് ചെയ്യുന്നതായിട്ട് അവർ സ്വപ്നം കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ആ കണ്ടവര് വന്നുകൊണ്ടാണ് അവിടെ വൃത്തിയാക്കി സിയാറത്ത് ചെയ്തത്. അല്ലാതെ ഒരു മഹാന്റെ ഖബർ പുതിയതായി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു ഖബർ പൊന്തുകയോ മീസാങ്കൽ ഉയരുകയോ ചെയ്തിട്ടില്ല. അത് കള്ളത്തരമാണ്. അതാരോ പറഞ്ഞുണ്ടാക്കിയതാണ്. ഇസ്ലാമിലെ ഒരാളുടെ സ്വപ്നത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ ആരുടെയെങ്കിലും പുരയിടത്തിൽ പഴയ മീസാൻ കല്ല് കൊണ്ടുവച്ചിട്ട് അവിടെ ജനങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംസ്കാരം ഇസ്ലാമിക സംസ്കാരം അല്ല ഒരിക്കലും. അപ്പൊ ഈ ഒരാൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക അടിത്തറ ഉണ്ടാക്കിയെടുക്കുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല. കാരണം അത് പ്രവാചകൻ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് നാട് മരണപ്പെടുന്നതിന് മുമ്പ് ഇസ്ലാമിക അടിത്തറ മൊത്തം പൂർത്തിയാക്കിയിട്ടാണ് പോയത്. പിന്നെ ആരുടെയെങ്കിലും സ്വപ്നത്തിന്റെ കാര്യം ഇസ്ലാമിലില്ല. മുമ്പൊരിക്കൽ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു പണ്ഡിതനും സ്വപ്നദർശനം ഉണ്ടായി പോലും. അതനുസരിച്ച് ഇവിടെ എത്തിയ ആ പണ്ഡിതൻ ഈ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുമായി സംസാരിച്ചതായും ഇമാം അവകാശപ്പെടുന്നു. സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആരാധന ദിക്റുകൾ, അതിൽ തടസ്സമുണ്ടായപ്പോൾ അദ്ദേഹം മഹാന്മാരുടെ മഖബറകളിലൂടെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സന്ദേശം കിട്ടിയത്, നിങ്ങൾ കായംകുളം മുഹിയുദ്ദീൻ പള്ളിയിൽ പോവുകയും അവിടെ പോയി സിയാറത്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് സന്ദേശം ലഭിച്ചു. ഇതൊക്കെ ഈ ഇഷ്യൂകളൊക്കെ ഉണ്ടാകുന്നതിന് കഴിഞ്ഞ ബലിപെരുന്നാളിന് ഇപ്പോൾ അടുത്ത ബലിപെരുന്നാളാകാനായി. അപ്പൊ അങ്ങനെ ആ സന്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 2 മണിക്കൂറോളം ഈ നാട്ടിലെ സലീം എന്ന് പറയുന്ന ഒരു സഹോദരനെ വിളിച്ച് 2 മണിക്കൂറോളം ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ആ തടസ്സം മാറിയതിന് ശേഷം അങ്ങനെ 2 മണിക്കൂറോളം ആ മഹാത്മാവുമായി സംസാരിച്ച് അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങളിവിടെ കിടക്കുന്ന വിഷയം ഇവിടെയുള്ള വിശ്വാസികൾക്കൊക്കെ അറിയിച്ചു കൊടുത്താൽ അവര് വന്ന് സിയാറത്ത് ചെയ്യുമായിരുന്നല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം ആ മഹാൻ കിട്ടിയ മറുപടി സമയമായിട്ടില്ല എന്നായിരുന്നു. മരിച്ചുപോയ ഒരാൾ സ്വപ്നത്തിൽ സംസാരിച്ചാലും അത് ചെയ്തു കൊള്ളണമെന്നോ അത് പ്രചരിപ്പിച്ചു കൊള്ളണമെന്നോ അതിൽ സ്വന്തം ജീവിതത്തിൽ ഇസ്ലാമിന് വിരുദ്ധമല്ലെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. മറ്റൊരാളെ അടിച്ചേൽപ്പിക്കുക ഇത് ഒരു പൊതുഭൂമിയാണ്. പൊതുഭൂമിയില് ഇങ്ങനെ ഒരാളുടെ സ്വപ്നത്തിന്റെ പേരിൽ മക്ബറകൾ കെട്ടിപ്പൊക്കി ദുരുപയോഗം പെടുത്തുക എന്നുള്ളത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. എന്നാൽ ഖബറിടങ്ങളിലെ മീസാൻ കല്ലുകൾ ഒരിക്കലും മണക്കാൻ ഇടയില്ലെന്ന് ഇമാമും പറയുന്നു. കല്ല് മണക്കുന്ന വിവരം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതാരോ അത്തർ പൂശിയതാണെന്നും ഇമാം അറിയിച്ചു. ചില മീസാൻ കല്ലുകളിൽ നിന്ന് ചന്ദനത്തിന്റെ മണം വരുന്നുവോ? അതാരെങ്കിലും പോയി അത്തർ പുരട്ടിയതായിരിക്കും. അതിനപ്പുറം ഒന്നും പറയാനില്ല. മീസാൻ കല്ല് വെക്കൽ തന്നെ ഇസ്ലാമിക സംസ്കാരം അനുസരിച്ച് അനഭിലഷണീയമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പൊ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, ചെയ്യാതിരിക്കലാണ് ഉത്തമം. പിന്നെ ഇവിടെ വെക്കുക എന്ന് പറഞ്ഞ ഒരു കല്ല് വെക്കുന്നത് കൊണ്ട് കബറടക്കം ചെയ്യപ്പെട്ട സ്ഥലമാണെന്ന് അറിയാൻ വേണ്ടിയാണ്.
ഇപ്പോൾ ആളുകൾ ആയിരക്കണക്കിന് രൂപ മുതലാക്കി മാർബിളും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള കല്ലുകളും ഒക്കെ വെച്ച് പേര് കൊത്തിവെക്കുകയാണ്. ഇത് ഇസ്ലാമികമായി നോക്കുമ്പോൾ അത് അനഭിലഷണീയമാണ്. ചെയ്യാൻ പാടില്ലാത്തൊരാൾ ആ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തിട്ട് അങ്ങനെ ഒരു കല്ലിൽ നിന്നും മണം വരുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികൾ, ഇസ്ലാമിക വിശ്വാസികൾ ഒരിക്കലും വിശ്വസിക്കില്ല. വസ്തുതകൾ എന്തു തന്നെയായാലും നാളെ ഇവിടെ വലിയ മക്ബറയും ജനസഞ്ചയവും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. നാളെ ഇവിടെ ഒരു വലിയൊരു മക്ബറ അത്തരത്തിലുള്ള സാധനം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ലേ? അതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കണ്ട മഹാനിപ്പോ ജീവിച്ചിരിപ്പുണ്ട്. ഈ മഹാത്മാവുമായി സംസാരിച്ചു എന്ന് പറയുന്ന ആള്, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഔലിയാക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ആരിഫീങ്ങള് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ മനസ്സിലാവില്ല. നമുക്ക് കണ്ണുണ്ടെങ്കിലും ശരിയായ രൂപത്തിൽ യഥാർത്ഥം കാണാനുള്ള കണ്ണ് നമുക്കുണ്ടോ എന്നുള്ള വേറൊരു വിഷയമാണ്. അത് കിട്ടിയവരും അതുപോലെ കേൾക്കാൻ പറ്റാത്തത് കേൾക്കാൻ കഴിയുന്നവരുമായ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളുണ്ട്. അപ്പൊ അവരത് നേരിട്ട് വന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാമെന്ന് പറയുമ്പോൾ അത് പിന്നെ അതിനുള്ള ചാൻസ് ഉണ്ടാക്കലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതേസമയം സമീപ പരിസരങ്ങളിലെ ഇമാമുമാർ കായംകുളം മുഹീദ്ദീൻ പള്ളിയിൽ നടക്കുന്ന സംഭവങ്ങളെ അസംബന്ധമെന്ന് അടച്ചാക്ഷേപിക്കുന്നു. ഇത് ഒരു നിഗൂഢമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഭയക്കുന്നുണ്ടാണ് അതിന് പിന്നിൽ എന്ത് നിഗൂഢതയായിരിക്കും ഉണ്ടാവാൻ സാധ്യത? നിഗൂഢത എന്ന് പറഞ്ഞാൽ ഇത് കുറെ ആളുകളെ നമ്മൾ അവിടെ കണ്ടത്, ഇത് സംഭവം ഉണ്ടായതോടുകൂടി മണിക്കൂറുകൾക്കകം അവിടെ പോലീസ് വ്യൂഹം തന്നെ ജനങ്ങളെ നിയന്ത്രിക്കേണ്ടി വന്നു. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നിയന്ത്രിച്ച് അവിടെയുള്ള മക്ബറയുടെ പരിശുദ്ധി തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ ആ മക്ബറ മൊത്തം ചവിട്ടി വൃത്തികേടാക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാകുകയും വലിയ ലൈറ്റുകളൊക്കെ ഘടിപ്പിക്കുകയും ഒക്കെ ഒരു പ്രത്യേകമായ ഒരു അന്തരീക്ഷം അവിടെ സംജാതമാക്കി. ഇത് ഒരു നിഗൂഢതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആളുകൾക്ക് ഇസ്ലാമിന്റെ സംസ്കാരം അറിയാത്തതിന്റെ പേരിൽ അത് സാമ്പത്തികമായ എന്തെങ്കിലും ഒരു മുതലെടുപ്പിന്റെ രീതിയാണ് എന്നാണ് അതിൽ നിന്നും അനുമാനിക്കപ്പെടുന്നത്. ഇസ്ലാമുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. തർക്കവിതർക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും നൂറുകണക്കിന് ആളുകൾ കായംകുളം പള്ളിയിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. കൂട്ടത്തിൽ ചിലർ പരമഭക്തർ, മറ്റു ചിലർ അസംബന്ധ നാടകം എന്ന് അടച്ചാക്ഷേപിക്കുന്നവർ. ഇരു കൂട്ടർക്കുമിടയിൽപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ജമാഅത്ത് കമ്മിറ്റി. ജമാഅത്ത് കമ്മിറ്റിക്ക് എല്ലാവർക്കും ആലോചന തന്നെ. കാരണം എന്ന് പറയുന്നത് ഈ വരുന്നവർ പറയുന്നത് ഇത് അവർ താല്പര്യപ്പെടുന്നില്ല. ഇന്നലെയും അതിന്റെ ബന്ധപ്പെട്ടവർ ഇന്നലെയും വന്നിരുന്നു. അവരതിനൊന്നും നടപടി എടുക്കുന്നുള്ളതില്ല അവർ പോയിരിക്കുന്നത്. ഇല്ല, ഒരു വിഭാഗം പറയുന്നത് അല്ല ഇങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് രണ്ടിന്റെ ഇടയ്ക്കാണ് ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്. ബേപ്പൂരിന്റെ സുൽത്താൻ മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വാക്കുകൾ ഞങ്ങൾ കടമെടുത്തോട്ടെ. യാ അല്ലാഹ്, നീയാണ് വലിയവൻ. സത്യം തന്നെ ഇവരെ അറിയിച്ചു കൊടുത്താലും